അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, താലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ തുറക്കുവാനോ ഖൽബ് ശുദ്ധിയാവാനോ ആഖിബത്ത് നന്നായി നല്ലൊരു മരണം ലഭിക്കുവാനോ ഈ സദസ്സ് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്, അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇത്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ധാരാളം പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്നൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഒരു സയ്യിദും ആലിമും സൂഫി ജീവിതം നയിച്ച ഒരു മഹാന്റെ അനുസ്മരണത്തിലാണ് ഈ ഒരു സംഗമം നടക്കുന്നത്. മഹാന്മാരെ അനുസ്മരിക്കുന്ന സദസ്സിൽ ഇരുന്നാൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നത് നമ്മളെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണം. മാത്രമല്ല, അവരോടുള്ള ഒരു മഹബത്തിൻ്റെ ഭാഗവുമാണ് നാം ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്വാലിഹീങ്ങളെ, മഹാന്മാരെ മഹബത്ത് വെച്ചാൽ കിട്ടുന്ന നേട്ടം ഇന്നലെ നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓതിയിട്ടുണ്ടാകാം. അൽ കഹ്ഫ് സൂറത്ത് ആവർത്തിച്ച് ഓതണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന സുന്നത്തായ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സുന്നത്ത് അൽ കഹ്ഫ് ഓതലാണ്. അൽ കഹ്ഫിൽ 3-4 ചരിത്രങ്ങൾ അല്ലാഹു തആല നമുക്ക് വലിയ പാഠം നൽകിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചരിത്രം തന്നെ നമുക്കറിയാം. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ച നായക്ക് അല്ലാഹു തആല കൊടുത്ത പവറാണ് ആ ഒന്നാമത്തെ ചരിത്രത്തിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ മസല പഠിച്ചവരാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, മണ്ണ് കലക്കിയ വെള്ളം വേണം. അത്രയും മുഗല്ലലായ നജസ്. നമ്മളെ വീട്ടിലൊക്കെ, ചില വീടുകളിലൊക്കെ സിറ്റ് ഔട്ടിൽ ബോട്ടിൽ വെള്ളം വെച്ചത് കാണാം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നായ വരാതിരിക്കാനാണ്. അത്രത്തോളം നമ്മൾ ആട്ടി അകറ്റുന്ന ആ നായയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിലും, അതും വെള്ളിയാഴ്ച, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാകുന്ന വെള്ളിയാഴ്ച ലോക മുഅ്മിനീങ്ങൾ ഓതുന്ന ഈ വിശുദ്ധമായ അൽ കഹ്ഫ് സൂറത്തിൽ ആദ്യം തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ചരിത്രം ഒരു നായയുടെ ചരിത്രമാണ്. എന്താണ് ആ നായക്കുള്ള പ്രത്യേകത? ഒന്നുമല്ല, ഒറ്റ കാര്യം, മഹബത്ത് വെച്ചു എന്നുള്ളതാണ്. അസ്ഹാബുൽ കഹ്ഫ് ആകുന്ന ചെറുപ്പക്കാരാകുന്ന ഔലിയാക്കൾ ഇങ്ങനെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ അവരെ പിന്നാലെ നായ പോവുകയാണ്. അവർ കുറെ ആട്ടി നോക്കി, നായ പോകുന്നില്ല. അവസാനം നായ ഒരു വാക്ക് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹാന്മാരെ ഞാൻ സ്നേഹിക്കുന്നു. ആ ഒരു മഹബത്തിന്റെ പേരിലാ നിങ്ങളെ കൂടെ ഞാൻ വരുന്നത് എന്ന് നായ പറഞ്ഞപ്പോൾ പിന്നെ അവരാട്ടിയില്ല എന്നാണ്. ഇന്ന് നിങ്ങൾ ജോർദാനിൽ പോയി നോക്കൂ. ആ നായയുടെ ഒരു ഭാഗ്യം കാണണമെങ്കിൽ ജോർദാനിൽ അസ്ഹാബുൽ കഹ്ഫ് കിടക്കുന്ന ആ ഗുഹക്കുള്ളിൽ 7 ഔലിയാക്കൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ നായയുടെ അവശിഷ്ടം ഒരു മടക്കുള്ളിൽ ഗ്ലാസ് വെച്ചടച്ച്, ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, 4 പ്രാവശ്യമാണ് അൽ കഹ്ഫ് സൂറത്തിൽ. ഇന്നലൊക്കെ നമ്മൾ ഓതി. ആ നായ പരാമർശിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് സാധാരണ നായ പറയുന്നത് പോലെയല്ല. വകൽബുഹും, അവരുടെ നായ. ആരുടെ? ഔലിയാക്കളെ മഹബത്ത് വെച്ച. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നായയെ 4 പ്രാവശ്യം പരാമർശിക്കുകയാണ്.
കഴിഞ്ഞില്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടിൻ്റെ കാവലിനും ബർക്കത്തിനു വേണ്ടി നമ്മൾ എഴുതി വെക്കുന്ന അസ്മാഉൽ ബദർ നോക്കൂ നിങ്ങൾ. അതിൻ്റെ സെൻറ്ററിൽ റൗണ്ടിൽ എഴുതിയ പേര് കാണാം, അതാണ് അസ്ഹാബുൽ കഹ്ഫ്. അതിൻ്റെയും സെൻറ്ററിൽ ഒന്നും കൂടെ വലിയ അക്ഷരത്തിൽ എഴുതിയത് കാണാം, കിത്തുമീർ, ഈ നായയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ബോട്ടിൽ വെച്ച് നായ അകറ്റുകയാണ്, വീട്ടിൻ്റെ ഉള്ളിൽ കിത്തുമീർ എന്ന നായ കൂടിയിരിക്കുകയാണ്, വീടിൻ്റെ ബർക്കത്തിനും കാവലിനും വേണ്ടിയിട്ട്. കഴിഞ്ഞില്ല. ഇനി പരലോകത്ത് വരുമ്പോഴോ സ്വർഗത്തിൽ 10 ജീവികളുണ്ടെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ബാക്കി എല്ലാ ജീവികളും മണ്ണാകും. ആ 10 ജീവികളെയും പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മഹാന്മാരെ മഹബത്ത് വെച്ച ജീവികളാണ്. അതിൽപ്പെട്ട ഒന്നാണ് നായ. രാജകീയ പ്രൗഢിയോടുകൂടെ നാളെ സ്വർഗത്തിൽ ആ നായയുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് മഹാന്മാരെ മഹബത്ത് വെക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ഒരു മഹബത്തിന്റെ പേരിലുമാണ് ഈ ഒരു സദസ്സിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു നിർത്താം. ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ ബുഖാരി സാദാത്യങ്ങളിൽപ്പെട്ട മഹത്തുക്കളാണ്. നേരത്തെ ഇവിടെ പരാമർശിച്ച താജുൽ ഉലമയും ബുസൂട്ടുതങ്ങളൊക്കെ ബുഖാരി സാദാത്യങ്ങളുടെ ഒരു പ്രത്യേകത, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് ബുഖാരി സാദാത്യ. വളവട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരാണ് നമ്മുടെ ഒക്കെ ബുഖാരി സാദാത്യങ്ങളുടെ ഉപ്പാപ്പ. അവരാണ് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി കേരളത്തിലേക്ക് ആദ്യം വന്ന സയ്യിദ്. 800 വർഷം, ഹിജ്റ 800-ൽ. ആ പരമ്പരയിൽപ്പെട്ട മഹാനവറുകൾ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ഇൽമും ഇബാദത്തും തവാളുവും അവിടുത്തെ മനസ്സിന്റെ ശുദ്ധിയും കൂടെ പഠിച്ച മദനി ഉസ്താദുമാര് ഓർമ്മപ്പെടുത്തിയത്, അവര് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾക്ക് ഇത്രയും വലിയൊരു മഹത്വവും ബഹുമാനവും ഒക്കെ കിട്ടാൻ പല കാരണങ്ങളും. അതിൽപ്പെട്ട ഒരു കാരണം സലാമത്തു സദർ എന്നുള്ളതാണ്. സലീമായ ഖൽബിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഖുറാതങ്ങൾ. അവിടുത്തെ ഹൃദയത്തിൽ നമുക്കറിയാം, അവിടുത്തെ ആ ജീവിതവും വിനയൊക്കെ കാണുന്ന സമയത്ത് ഒരാളോടും ഒരു വെറുപ്പില്ലാത്ത വിശാലമായ മനസ്സിന്റെ ഉടമ, ഒരു ജാടയില്ലാത്ത, പ്രത്യേകമായി അങ്ങനെ ആരുടെയും ആദരവുകളോ ബഹുമാനങ്ങളോ ഒന്നും ആശിക്കാത്ത, ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് സദസ്സ് നോക്കിയിട്ടല്ല ബഹുമാനപ്പെട്ട ഖുറാതങ്ങൾ പരിപാടിക്ക് വരാം. 1000 ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സും 10 ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സും ഖുറാതങ്ങൾക്ക് കണക്കാണ്. ആള് കുറഞ്ഞു പോയല്ലോ എന്നൊരു വിഷമോ ഒന്നും മഹാനവറുകൾക്കില്ല. കാരണം അങ്ങനെ ആളുകൾക്ക് വേണ്ടി, ആ ഫോർമാലിറ്റിക്ക് വേണ്ടി ജീവിക്കുക എന്നൊരു സ്വഭാവം ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്കില്ല. ആ നിലക്ക് പരിശുദ്ധമായ ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. അവിടുത്തെ ഉയർച്ചക്കും വളർച്ചക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ബുദല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ അബുദാൽ എന്ന് പറയുന്ന ഔലിയാക്കളുടെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ യദ്ഖുലൂനൽ ജന്നത ബികസറത്തി സ്വലാത്തിൻ വലാ സൗമിൻ, കൂടുതൽ നിസ്കാരവും നോമ്പ് കൊണ്ടല്ല അവർ സ്വർഗ്ഗത്തിലെത്തുന്നത്. അവരുടെ പ്രത്യേകത സലാമത്തു സദർ, ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ്. സലീമായ ഖൽബ്, അതാ ഖുർആൻ പഠിപ്പിച്ചത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം കിട്ടിയവർക്ക് നാളെ വിജയമുണ്ടെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു തആല തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമുക്കും സലീമായ ഖൽബ് നൽകട്ടെ. മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് ഉൾക്കൊള്ളേണ്ടത് അവരുടെ ജീവിതം നമ്മൾ പഠിക്കുക. അവരെ പോലെ ആകാൻ കഴിയില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിൽപ്പെട്ട ഒരു പാഠമാണ് ഞാൻ ഉറപ്പെടുത്തിയത്, ഖൽബിന്റെ വിശാലത, ഖൽബിന്റെ ശുദ്ധി. അത് നമ്മളും നേടിയെടുക്കണം. വിശുദ്ധമായ മുഹറം മാസമാണ്. തങ്ങൾ ഉസ്താദ് ഈ മുഹറമിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ലോകത്തിന് ഇവിടെ പറഞ്ഞത്. പുതിയൊരു വർഷം പിറക്കുമ്പോൾ തങ്ങളവറുകൾ നമ്മളിൽ നിന്ന് യാത്രയായി. അള്ളാഹു അടുത്ത ദർജ വ്യക്തി കൊടുക്കുമാറാവും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം.
മറ്റൊന്ന് അവിടുത്തെ നാവിൻ്റെ പവറാണ്. അതെങ്ങനെ കിട്ടി? നമ്മളൊക്കെ നാവ് എന്ന് പറഞ്ഞാൽ എന്താ? വെറും ദുന്യവിയായ സംസാരം, മറ്റുള്ളവരെ കുറ്റം പറയാ, ചീത്ത പറയാ, ഗീബത്തും നമീമത്തുമായി നടക്കുന്ന നാവ്. ആ നാവിൻ്റെ ദൂഷ്യഫലങ്ങൾ എത്രയാണ്! മഹാനവറുകളുടെ നാവിൽ നിന്ന് ഒരാളെ കുറ്റം പറച്ചിൽ നമ്മൾ കേൾക്കൂല. എത്ര സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, എത്ര ദുആ മജ്ലിസിൽ മഹാനവറുകൾ നീണ്ട ദുആ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെ കൂടെ നടന്ന് സഞ്ചരിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങൾ അവിടുത്തെ നാവിൽ നിന്ന് നല്ലത് മാത്രമേ വരുള്ളൂ. ദിക്റും സലാത്തും, പ്രത്യേകമായി ഖുർആനോത്ത്. മഹാനായ താജുൽ ഉലമയുടെയും സ്വഭാവം അതാണ്. ധാരാളം ഖുർആനോത്തുന്നൊരു സ്വഭാവം. തങ്ങളൊരു പ്രഭാഷണത്തിൽ തന്നെ നമ്മൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകാം. ഒരു റമദാനിൽ 28 ഖത്മ് തീർത്ത്. നമ്മൾ 28 ജുസ് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ഒരു റമദാനിൽ 28 ഖത്മ പൂർത്തിയാക്കിയത്. സാധാരണ 20 ഖത്മ പൂർത്തിയാക്കാറുണ്ട് റമദാനിൽ. ദിക്ർ, സലാത്ത്, ദലായിൽ ഖൈറാത്ത്, യാത്രയിലൊക്കെ ഖുർആൻ കയ്യിലുണ്ടാവും. ദലായിൽ ഖൈറാത്തിന്റെ ഏട് കയ്യിലുണ്ടാവും. വെട്ടിക്കുളത്ത് താജുൽ ഉലമയുടെ ഉറൂസ് നടക്കുന്ന തിരക്കിന്റെ ഇടയിൽ ഒരിക്കലും തങ്ങൾ ഇന്ന് ദലായിൽ ഖൈറാത്ത് ചെല്ലില്ലല്ലോ, വേഗം പോയിട്ട് ദലായിൽ ഖൈറാത്ത് എടുത്തിട്ട് അത് ഓതി കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ. ഔറാദുകൾ കൃത്യമായി കൊണ്ടു നടക്കുക എന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് മഹാനവറുടെ നാവിന് അത്രയും വലിയൊരു പവർ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഇന്നലെ നമ്മൾ അൽ കഹ്ഫിന്റെ കൂടെ ഓതിയ ഒരു സലാത്തില്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ഓതണം. അൽ കഹ്ഫും സലാത്തും. ആ സലാത്തിന്റെ പ്രത്യേകത എന്താണ്? മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു രചിച്ച, നേരത്തെ സൂചിപ്പിച്ച ദലായിലുൽ ഖൈറാത്തിന്റെ ഓരോ ദിവസവും നമ്മൾ ഇത്ര അളവ് ചോദുകയാണെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഖത്മ ചെയ്യാൻ കഴിയുന്ന സലാത്തിന്റെ ഏടാണ് ദലായിലുൽ ഖൈറാത്ത്. അത് വലിയ നേട്ടമുണ്ട്. അത് നമ്മുടെ ആലിമീങ്ങളൊക്കെ കൊണ്ടുനടന്ന അതിൽപ്പെട്ട വെള്ളിയാഴ്ച ചെല്ലേണ്ട സലാത്താണ് അൽ കഹ്ഫിന്റെ കൂടെ ഏഡ് ചെയ്തിട്ടുള്ളത്. ദുആക്ക് വലിയ ഇജാബത്തുണ്ടെന്നാണ് ആ സലാത്ത് ചൊല്ലി വരുന്നത്. ഈ അനുസ്മരണത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിട്ട് ആ വെള്ളിയാഴ്ചയുള്ള സലാത്തെങ്കിലും നമ്മൾ ചെല്ലണം. ദലായിൽ ഖൈറാത്ത് തന്നെ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മഹാനായ അതിന്റെ രചയിതാവ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ഒരു സംഭവം, മഹാനവറുകൾ ഒരു യാത്രാവേളയിൽ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഉളു എടുക്കണം. അപ്പോ വെള്ളമില്ല. പരിശോധിക്കുന്ന സമയത്ത് ഒരു കിണർ, ആ കിണറിലാണെങ്കിലോ വളരെ താഴെയാണ് വെള്ളമുള്ളത്. വെള്ളമെടുക്കാനുള്ള ആയുധങ്ങളില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വന്നു. എന്താ മഹാനെ വിഷമിക്കുന്നത്? വെള്ളം വേണം. ആ പെൺകുട്ടി ചെറിയൊരു കുട്ടിയാണ്. ആ പെൺകുട്ടി ആ കിണറിലേക്ക് അങ്ങ് തുപ്പിയ സമയത്ത് സുബ്ഹാനല്ലാഹ് താഴെയുള്ള വെള്ളം മുകളിലേക്ക് ഉയർന്നു വരികയാണ്. ഈ വലിയൊരു കറാമത്ത് മഹാനവറുകൾ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. കൂടെയുള്ളവരൊക്കെ ഉളോടുത്തു. അങ്ങനെ അതിനുശേഷം മഹാനവറുകൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ ഇത്ര വലിയ പവർ മോളെ നിങ്ങൾ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞത്, എന്റെ പവറല്ല, എന്റെ ചെറുപ്പം മുതലേ എന്റെ ഉമ്മയും ഉപ്പയും ശീലിപ്പിച്ചൊരു സ്വഭാവമുണ്ട്. എന്താണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നിരന്തരം സലാത്ത് ചൊല്ലാൻ. അത് ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ചിട്ടുണ്ട്. എന്റെ നാവിന് ആ സലാത്തിന്റെ ബർക്കത്താണ്. സലാത്ത് കൊണ്ട് പച്ചപിടിച്ച നാവിന്റെ ഉമിനീരാണ് ഈ കിണറിലേക്ക് ഞാൻ തുപ്പിയത്. അതിന്റെ ബർക്കത്താ കണ്ടത്. നാവിന്റെ പവർ നോക്കൂ നിങ്ങൾ. ഇതാണ് ഖുറാത്തങ്ങളുടെ നാവിന്റെ പവർ. മഹാനവറുകൾ ഊതിയാ മതി, ആ ഊത്തിന് തന്നെ ബർക്കത്താണ്. ഒരു വാക്ക് പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്. എത്ര അനുഭവങ്ങളാണ് സുബ്ഹാനല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാര്, അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ ബാധിച്ചത്. കണ്ണൂർ ജില്ലയിലെ ഒരാള്, അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് സുഖമില്ല. എന്താണ്? തലന്റെ ഉള്ളിൽ എപ്പോഴും തലവേദനയാണ്. അപ്പൊ ഡോക്ടർമാരെ കാണിച്ച് പറഞ്ഞത് തലന്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ തങ്ങളെ സമീപിച്ച് പറഞ്ഞു, തങ്ങളെ ചിലപ്പോൾ വളരെ തമാശയൊക്കെ സംസാരിക്കും. തലന്റെ ഉള്ളിൽ വെള്ളം നനഞ്ഞാൽ തലന്റെ ഉള്ളിൽ പൈപ്പ് പൊട്ടിയിലോന്ന് ചോദിച്ചു. തമാശ പറയും, കാര്യം പറയും. അവൻ ഒരു ഓപ്പറേഷൻ ചെയ്യണ്ട, സാറായി പോകുന്ന നമ്മൾ വെള്ളം തിരിച്ചെടുത്തു. 40 ദിവസം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ വെള്ളം കുടിച്ചു. പിറ്റേന്ന് 41ാമത്തെ ദിവസം പോയി സ്കാൻ ചെയ്തു. തലക്കൊരു തകരാറില്ല, ഒരു ഓപ്പറേഷൻ വേണ്ട, ഒന്നും വേണ്ട. ആ നാവിൻ്റെ ഒരു വാക്ക്, ആ നാവിലൂടെ ഒരു വാക്ക് കിട്ടിയാൽ
അത് ശത്രുക്കളാണെങ്കിൽ, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ UAE-ലായി, അവിടെ നിന്ന് നേരിട്ട് അനുഭവിച്ച ഒരാൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു സ്ഥാപനം, വലിയൊരു പണ്ഡിതൻ അദ്ദേഹത്തെ എതിർക്കുന്ന, വളരെ വിഷമായി എതിർക്കുന്ന ഒരു ബിദ്അത്തുകാരൻ തൊട്ടപ്പുറത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല, മക്കൾക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഖുറാൻ തങ്ങൾ ആ ഭാഗത്ത് പരിപാടിക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ പ്രവർത്തകർ തങ്ങളെ കൂടെ വണ്ടിയിലുണ്ട്. പോകുന്ന സമയത്ത് ആ വീടിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാ ആ വീട്ടുകാരൻ, അവൻ്റെ വല്ലാത്ത ശല്യമാണ്. ഇവിടെയുള്ള ആ പണ്ഡിതനും സ്ഥാപനത്തിനും ഒക്കെ ഭയങ്കര ഷെറുണ്ട് അദ്ദേഹം കൊണ്ട്, മക്കൾക്ക് വരെ ഷെറാണ്. അപ്പോൾ തങ്ങളെ നോക്കി പറഞ്ഞു, അത് അസ്തമിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അത് അസ്തമിക്കും. ഇത് പറയുന്നത് വ്യാഴാഴ്ചയാണ്. വെള്ളി ശനി രണ്ടാമത്തെ ദിവസം ആ മനുഷ്യൻ്റെ ഒരു ഭാഗം കുഴഞ്ഞു. അന്ന് എന്നാണോ പിറ്റേന്നൊന്നറിയാം, 2 ഭാഗം കുഴഞ്ഞ് കിടപ്പിലായി അദ്ദേഹം മരിച്ചു. മരിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ കുടുംബക്കാർ പോലും തയ്യാറാകാതെ, മറമാടാൻ സ്ഥലം കിട്ടാതെ, പള്ളി കമ്മിറ്റിക്കാർ പോലും വിസമ്മതിച്ച അവസാനം ഒരു പള്ളിയുടെ ടോയ്ലറ്റിന്റെ ബാക്കിൽ ഒരു കുഴിയെടുത്ത അദ്ദേഹത്തെ മറമാടി. ആലിമീങ്ങളോടും സാദാത്യങ്ങളോടൊക്കെ കഴിച്ചാൽ അവരൊക്കെ നാവ് പറഞ്ഞതുപോലെയാണ്, വലിയ പവറുള്ള നാവാ. എന്തുകൊണ്ട് കിട്ടിയെന്നുള്ളത് നമ്മൾ പഠിക്കണം. വെറും കറാമത്ത് മാത്രം കേട്ടുപോയാൽ മതി. അവരൊക്കെ നാവ് ഗീബത്ത് പറയാത്ത നാവാണ്, കുറ്റം പറയാത്ത നാവാണ്. എപ്പോഴും ദിക്റും സലാത്തുമായി നടക്കുന്ന നാവിന് അള്ളാഹു കൊടുക്കുന്ന പവറാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുസോട്ട് തങ്ങൾ ഈ സ്ഥാപനത്തിന്റെ എല്ലാ ഉയർച്ചക്കും നേതൃത്വം ബഹുമാനപ്പെട്ടവരാണ് തുടക്കം മുതൽ. അവിടുത്തെ വാക്ക് നേരത്തെ ഖാദി ഉസ്താദ് അവിടെ പറഞ്ഞു അല്ലേ, മുതാലിബിങ്ങൾ എത്ര എടുത്തോളൂ, ഭക്ഷണം അങ്ങോട്ട് വന്നോളൂ. അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പുത്തൂര് സാലത്തൂര് ഭാഗത്ത് പോയപ്പോൾ ഒരുത്തനോട് ഒരു തങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കച്ചവടം തുടങ്ങി തൊട്ടടുത്ത് കള്ള് ഷാപ്പാണ്. അത് വല്ലാത്ത വിഷമമായി. തങ്ങളോട് വലിയ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ബഹുമാനപ്പെട്ട ബസൂർ തങ്ങൾ ഉസ്താദ് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കടയിൽ ഇരുന്നിങ്ങടെ വരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അത് പോകുന്നത് ആ വക്കാണ്, അത് പോകുന്നത്. 3 മാസത്തിന് ശേഷം അത് സ്റ്റോപ്പ്. അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു കള്ള് ഷാപ്പ് കൂട്ടിയതാണ് കഥ കേട്ടിട്ട്. അത് പോകുന്ന ഞാൻ പറഞ്ഞത് 3 മാസത്തിന് ശേഷം അത് ബന്ധായി. ആ ഷോപ്പ് അടക്കം ഇയാൾക്ക് കിട്ടി. അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹം മംഗലാപുരത്താ വീട്. മംഗലാപുരത്ത് അദ്ദേഹത്തിന് സ്ഥലം എടുത്ത് വീടെടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീട്ടിലേക്ക് റോഡില്ല, ഒരു ചെറിയ നടക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, വെറുതെ വീടെടുക്കണ്ട, കുടുങ്ങും, റോഡ് കിട്ടൂല. തൊട്ടപ്പുറത്തുള്ള അദ്ദേഹം അയൽവാസി ഭയങ്കര സ്ട്രോങ്ങിൻ്റെ ഒരാൾ, കൊടുക്കൂല, ആർക്കും ഒരു കരുണ ചെയ്യാത്തൊരു മനുഷ്യൻ. തങ്ങൾ ഉസ്താദ് പറഞ്ഞു, നീ വീടെടുത്തോ, വീടാകുമ്പോഴത്തേൻ റോഡ് കിട്ടുന്നു. ആ ധൈര്യത്തിൽ അദ്ദേഹം വീട് നിർമ്മിച്ചു. വീട് പൂർത്തിയാകുമ്പോൾ അയാൾ തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ റോഡ് തരാം, ഫ്രീ ആയിട്ട് റോഡ് കൊടുത്തു. ഇതാണ് അവരുടെയൊക്കെ നാവ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിൻ്റെ 10ാമത്തെ ഉറൂസാണ് അടുത്ത വർഷം വരാൻ പോകുന്നത്. അതിൻ്റെ സ്വാഗത സംഘം ഇന്ന് ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം മൽഹറിൽ വെച്ച് നടക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ 25ാം വാർഷികവും അടുത്ത വർഷം പൂർത്തിയാകും, സിൽവർ ജൂബിലിയും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വിവരമറിയും. അതിലേക്കൊക്കെ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മഹാന്മാരുടെ സാദാത്യങ്ങളുടെ മദതും പൊരുത്തൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.